പ്രവാസ ജീവിതം കളറാക്കുന്നത് പലപ്പോഴും ഒപ്പം താമസിക്കുന്നവരാണ്. പരിമിതികൾക്കിടയിലും സൗഹൃദം പൂക്കുന്ന ഇടങ്ങളാണ് ഗൾഫിലെ ബാച്ചിലർ താമസയിടങ്ങൾ. ചെസ് മാസ്റ്റർമാർ മുതൽ ഷോർട്ട് ഫിലിം അഭിനേതാക്കൾ വരെ ഒന്നിച്ച് താമസിക്കുന്ന അജ്മാനിലെ വില്ലയിലെ വിശേഷങ്ങൾ കാണാം. ബാച്ചിലർ മുറികളുടെ വിശേഷങ്ങൾ തേടി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അജ്മാനിലാണ്. അജ്മാനിലെ ബിഗ് വില്ലയിൽ. ഈ ബിഗ് വില്ലയിലെ വിശേഷങ്ങൾ ആദ്യം സലിം നൂർ പറഞ്ഞു തുടങ്ങും. സലിം നൂർ, എന്താണ് ഈ ബിഗ് വില്ല? ഇത് അജ്മാനിലെ കുറേ മലയാളികൾ കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള മലയാളികളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് ടെൻഷനൊക്കെ ആയിട്ടാവും വരണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സുകൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യാണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ആളുകളുണ്ട് ഇവിടെ. അവരൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു നേരം പോക്കും സംഗതികളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടാണോ എല്ലാവരും ഇങ്ങനെ കൂടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെയാണോ? അല്ല, നമ്മൾ വീക്കെൻഡിൽ നിന്നല്ല, എല്ലാ ദിവസവും രാത്രി ഭക്ഷണം കഴിക്കുന്ന നേരം മുമ്പ് ഏകദേശം പരമാവധി ആളുകൾ ഇവിടെ ഉണ്ടാവും. ഭൂരിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാവും. ഈ നേരത്തെ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ഓരോരുത്തർക്ക് പരസ്പരം കാണാനും ഇതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പല ചർച്ചകളായിട്ടായിട്ടും പല തരത്തിലുള്ള ചർച്ചകളുണ്ടാവും. ചിലപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് എതിരായിട്ടുള്ള ചർച്ചകളുണ്ടാവും, രാഷ്ട്രീയ ചർച്ചകളുണ്ടാവും. എന്നിരുന്നാലും വളരെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വില്ലയാണ് ബിഗ് വില്ല എന്ന് പറയുന്നത്. ചെസ് നടക്കുകയാണ് എല്ലാ ദിവസവും. ഇതേപോലെ ചെസ് മത്സരമൊക്കെ ഉണ്ടാവും. മിക്ക ദിവസവും രാത്രി വളരെ വാശിയേറിയ ചെസ് മത്സരം നടക്കും. ഒരാൾ ഇന്ന് തോറ്റാൽ ആ തോറ്റ ആൾക്ക് നാളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റാളെ പോയി വിളിച്ചുകൊണ്ടിരും. ചിലപ്പോൾ പണിക്ക് പോണ സമയമാവും, അപ്പോഴും അയാളെ വിളിച്ചുകൊണ്ടിരിക, എന്നിട്ട് നിർബന്ധിച്ച് കളിപ്പിക്കും. അങ്ങനെ കൂടെ കാണാറുണ്ട്. ചോറ് തിന്നതിന് മുമ്പ് തലച്ചോറിൻ്റെ ഒരു പോരാട്ടമാണ്. ഇതിലിപ്പോൾ ഇവരെ ശല്യം ചെയ്യാൻ പറ്റൂലല്ലോ അല്ലേ? അവര് എന്താണ് മത്സരത്തിന്റെ ഒരു അവസ്ഥ? എന്താ? തുല്യ ശക്തികളാണ്. ഒരു ദിവസം മജീദിക്ക് ജയിക്കുകയാണെങ്കിൽ ഒരു ദിവസം അഷ്റഫ്ക്ക് ജയിക്കും. ഇന്നിപ്പോൾ ആര് ജയിക്കുമെന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവിടെ പരിചയമുള്ളൊരു മുഖം കാണുന്നുണ്ട്. പണ്ട് ഹോം സിനിമകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു താരമാണ്. ഇപ്പോൾ അഭിനയമൊക്കെ നിർത്തിയോ? നിർത്തിയിട്ടില്ല, എന്നാൽ ഒന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. എത്ര ഹോം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു? ഹോം സിനിമയിൽ 2 എണ്ണം, പിന്നെ ഷോർട്ട് ഫിലിമുകൾ. ഇപ്പം ഒരു 2 വർഷമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. എന്തിനെങ്ങനെ പിൻവാങ്ങിയത്? ആരെങ്കിലും വിളിച്ചാലല്ലേ പോകാൻ പറ്റും, അതാണ് പിൻമാറ്റത്തിൻ്റെ രഹസ്യം. ഈ ബിഗ് വില്ലയിൽ എത്ര കാലമായിട്ടുണ്ട്? ഇവിടെ ഒരു 7 വർഷമായിട്ടുണ്ട്. പക്ഷേ ബിഗ് വില്ലയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ അപ്പുറമാണ്. 20 വർഷത്തോളമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണത്. ഇവിടെ ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 1-2 പേര് മാത്രമേ ഇതിൽ ആ തലമുറയിലുള്ളവരുള്ളൂ. ബാക്കിയുള്ള തലമുറക്കാരാണ്. ഒരു 65 വയസ്സ് മുതൽ ഇങ്ങോട്ട് കല്യാണം കഴിക്കാത്തവരുണ്ട്. അതായത് മുത്തച്ഛന്മാർ മുതൽ വിവാഹം കഴിക്കാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഇടമാണത്. ഇപ്പോൾ നേരത്തെ ഇങ്ങനെ സലിം നൂറോട് ചോദിച്ചപ്പോഴേ സലിം നൂർ പറഞ്ഞു 3 തരം ഉസ്താക്കന്മാരുള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. എന്താണ് ഈ 3 തരം ഉസ്താക്കന്മാർ? അധ്യാപകരായ ആളുകൾ ഇവിടെ ഉണ്ട് എന്നത് ശരിയാണ്. പിന്നെ ഉസ്താദ്, പ്രധാനപ്പെട്ട മെയിൻ ഉസ്താദ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഷാജഹാൻ ഭായ് ആണ്. അദ്ദേഹം നമ്മുടെ പ്രധാനപ്പെട്ട കുക്കാണ് ഇവിടുത്തെ. അപ്പോൾ അദ്ദേഹമാണ് ഒന്ന്. പിന്നെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുണ്ട്. അവർ പല കുട്ടികൾക്കും കാര്യപ്പെട്ട ഉസ്താദായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളുകളാണ്. അതാണ് 3 തരം ഉസ്താക്കന്മാർ. പൊതുവെ ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവരെയും കുക്ക് ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്നവരും ഉസ്താദന്മാരെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഒരു സമൂഹം ഒരു ബഹുമാനത്തോടുകൂടി കാണുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറോട് തന്നെ ചോദിക്കട്ടെ, ഈ ബിഗ് വില്ലയുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതാരാ? നമ്മുടെ ഉസ്താദിന് മെയിൻ ഉസ്താദ് ഷാജിക്കാണ് എൻ്റെ മെയിൻ ആൾ. 3 നേരം ഭക്ഷണം, നല്ല ഫുഡ്, അടിപൊളി ഫുഡാണ്. പിന്നെ ഞായറാഴ്ചക്ക് സ്പെഷ്യൽ ബിരിയാണി, പിന്നെ വെള്ളിയാഴ്ച രാത്രി നെയ്ച്ചോറ്, കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റുള്ള സാധാ ഭക്ഷണങ്ങളും നല്ല ഉഷാർ ഭക്ഷണങ്ങളാണ്. എങ്ങനെയാണ്, എന്താണ് ഈ കൈപുണ്യത്തിൻ്റെ രഹസ്യം? കൈപുണ്യത്തിന് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. എന്നെ കൊണ്ട് അറിയാവുന്ന എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തു കൊടുക്കുന്നു. അവർ സന്തോഷമായിട്ട് അത് കഴിക്കുന്നുമുണ്ട്. പിന്നെ അവരടുത്ത് ചോദിച്ചാൽ അറിയാം വിവരങ്ങളൊക്കെ. എന്താണ് ഉസ്താദിൻ്റെ മാസ്റ്റർ പീസ് വിഭവം? എന്താണ് പീസ്? പിന്നെ മന്തി, മജ്ബൂസ്, പൊറോട്ട, പിന്നെ ചപ്പാത്തി, പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി, ഇതെല്ലാം എല്ലാ ഇതുമുണ്ട്. ആ ഉസ്താദ് പാട്ടിൻ്റെ കൂടെ ഉസ്താദാന്ന് പറഞ്ഞു. ഒരു പാട്ട് കേൾക്കാല്ലേ? ഒരു പാട്ട് പാടിക്കും എന്തായാലും. ചുടുനെടുവീർപ്പായി കാരൽ പൊട്ടി
കടുകടിനത്താൽ കണ്ണീരൂറ്റി ഇടതടവില്ലാതിരു കരം നീട്ടി ഉയർത്തിടും ഞാനേ കനിവിന്നുറവുകൾ തേടും ഹദീമായോൻ തിരുസുബ്ഹാനേ ദുഃഖത്തിൻ കൊടുമുടികളിലെത്തി ഹക്കുടയോനിൽ കഥനം വിരുത്തി ദിക്കെല്ലാം ദുഷ്പേരുകളായി പല കഥകൾ നിവർത്തി അതിനാൽ കൽബിലെ തീരാവേദന റബ്ബെ നിന്നിലുണർത്തി ചുടുനെടുവീർപ്പായി കാരൽ പൊട്ടി കടുകടിനത്താൽ കണ്ണീരൂറ്റി ഇടതടവില്ലാതിരു കരം നീട്ടി ഉയർത്തിടും ഞാനേ കനിവിന്നുറവുകൾ തേടും ഹദീമായോൻ തിരുസുബ്ഹാനേ. തകർത്ത് ഇനി ആ തലച്ചോറുകൊണ്ടുള്ള പോരാട്ടം കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് എല്ലാവർക്കും ഷാജഹാൻ ഭായിയുടെ ഇന്നത്തെ രാത്രിയിലെ വിഭവം ആസ്വദിക്കാൻ. ബിഗ് വില്ലയിൽ നിന്നും അക്ഷയ് പേരാവറിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.